അമ്മു കഴിഞ്ഞേ ശ്രീകുട്ടിക്ക് സഞ്ജു പോലും ഉള്ളൂ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അവൻ നേരെ ജീവിക്കുന്നതൊന്നും കാണാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ സംഭവിക്കുന്ന ഉറപ്പുണ്ടായിട്ടാ മറ്റു വഴികളില്ലാതെ ആ പെണ്ണ് ഇല്ലാതായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നീ പറയുന്നത് 100% സത്യമായ കാര്യമാ കവിതേ. മക്കൾക്കൊഴുകിപ്പോകാൻ വഴിവെട്ടി കൊടുക്കുക രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. വഴി എങ്ങനെയാ ഉണ്ടായതെന്ന് അവരറിയേണ്ടതില്ല. നമ്മൾ അവരെ അറിയിക്കേണ്ടതുമില്ല. നമുക്ക് നമ്മുടെ രക്ഷിതാക്കൾ വഴിവെട്ടി തരികയല്ല ചെയ്തത്, മറിച്ച് വഴി അടച്ചു തരിക ചെയ്തത്. മനക്കരുത്തുള്ളതുകൊണ്ട് ഞാൻ സ്വന്തം വഴി തേടിപ്പോയി. ഒഴുക്ക് നിലച്ച് നീ ഇവിടെ നിന്നുപോയി. ഇന്നും ഇവിടെ നിൽക്കുന്നു. ആ വിധി നമ്മുടെ കുട്ടികൾക്കുണ്ടാവരുത്. വല്യേച്ചി മനസ്സിലാക്കാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. ശ്രീദേവി എങ്ങനെയാണോ ഈ വീട്ടിൽ ആധിപത്യം ഉറപ്പിച്ചത്, അതിന്റെ മറ്റൊരു മുഖമായി ഈ അമ്മു. മുകുന്ദേട്ടന്റെ ഭാര്യയായി ശ്രീദേവിയെ ഈ വീടിന്റെ പടി കയറ്റിയെങ്കിൽ വല്യേച്ചിയുടെ മകൾ അനിയത്തിയായി അമ്മുവിനെ ഇവിടെ കുടിയിരുത്തി. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എവിടെയുണ്ടെങ്കിലും ആ പെണ്ണിനെ കണ്ടുപിടിച്ച് കൊന്നുകളയണം. അതിന് നീ ആരെ വേണമെങ്കിലും ഏർപ്പാടാക്കിക്കോ. ചോദിക്കുന്നതെന്തും ഞാൻ നിനക്ക് തരും. ഇനി അവളെ തേടിപ്പിടിച്ച് ആരും ഈ തറവാട്ടിലേക്ക് കൊണ്ടുവരരുത്. വല്യേച്ചിയുടെ മോളെ മംഗലശ്ശേരിയിൽ വെച്ച് വാഴിക്കാനല്ല കവിതക്കാരുക്കൾ നീക്കുന്നത്, കവിതയ്ക്ക് വാഴാനാ. എല്ലാം എന്റെ ഈ കൈപ്പിടിയിൽ ഭദ്രമാക്കാൻ. ശ്രീദേവി ഇങ്ങനെ കരയാതെ. ഇപ്പൊ തന്നെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടു തുടങ്ങി. അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല കാവേരി. എന്റെ ഒരു ഭാഗം തളർന്നു പോയതുപോലെ തോന്നുന്നു. 10-26 വർഷം ഈ വീട്ടിൽ ഞാൻ ജീവിച്ചത് ചിരിക്കാൻ മറന്നവളായിട്ട്. അമ്മു ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സ് തുറന്നു സംസാരിച്ചു തുടങ്ങിയത്. എന്റെ മോനും അതെപ്പോഴും പറയാറുണ്ട്. അതുവരെ ഈ 4 ചുവരുകൾക്കുള്ളിൽ പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞവള ഈ ഞാൻ. എന്റെ സങ്കടങ്ങളൊക്കെ സ്വയം നെഞ്ചിലേറ്റിയവള അമ്മു. എന്റെ വേദനകൾ അവളുടേതും കൂടിയായിരുന്നു. എന്റെ മുഖം ഒന്ന് വാടിയ അവൾക്ക് തന്നേരം അറിയാം. എനിക്ക് ഹൃദയം പൊട്ടിക്കറിയേണ്ടി വന്നെടുത്ത് എന്നും ആശ്വാസമായിട്ട് അമ്മ വന്നിട്ടുണ്ട്. ഒരു മകന് അവന്റെ അമ്മ അനുഭവിക്കുന്ന സങ്കടങ്ങളെ കുറിച്ച് അറിയില്ല. അവൻ മുന്നിൽ വരുമ്പോ അമ്മയൊന്ന് ചിരിച്ചു കാണിച്ചാ മതി. അമ്മ സന്തോഷവതിയാണെന്ന് അവൻ കരുതി പൊയ്ക്കോളൂ. അത്രേ ഉള്ളൂ ആൺമക്കള്. ഈ വീട്ടില് എന്റെ വേദനകളും ഒറ്റപ്പെടലുകളും അവൻ തിരിച്ചറിഞ്ഞതുപോലും രാജു പറഞ്ഞിട്ട. എല്ലാം എനിക്കറിയാവുന്നതല്ലേ ശ്രീദേവി. അന്നിവിടെ സഞ്ജു എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടാക്കിയത്. ശ്രീദേവി എനിക്കാരും അല്ലാഞ്ഞിട്ടും അമ്മ അതറിഞ്ഞു. ഒരു നല്ല മകൾക്ക് മാത്രമേ അമ്മയെ അറിയാൻ കഴിയൂ. ഞാൻ ഭംഗിവാക്ക് പറഞ്ഞതല്ല കാവേരി. അമ്മ എനിക്ക് മകളായത് എന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞിട്ട്. 100 ജന്മം തപസ് ചെയ്താലും അവളെ പോലൊരു മകളെ ഒരച്ഛനും അമ്മയ്ക്കും കിട്ടില്ല. അങ്ങനെയുള്ള എന്റെ മകളാ ഈ അമ്മയെ വിട്ടു പോയത്. എനിക്കിന് ജീവിക്കണമെന്ന് പോലും തോന്നുന്നില്ല. എന്റെ മോളാ പോയത്. ശ്രീദേവി ഒന്ന് സമാധാനിക്ക്. അവള് തിരിച്ചു വരും. മനസ്സ് നൊന്നിട്ട് അവള് പോയത്. അല്ലെങ്കിൽ എന്തിനവള് പോണം? അവളെ തനിച്ചാക്കി പോകുമ്പോ ഇങ്ങനെ ഒരു ആപത്ത് സംഭവിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല.
സച്ചിയുടെ കല്യാണത്തെക്കാൾ വലുത് എനിക്കെന്റെ മോള. ഞാനത് കൊണ്ടാടാൻ പോയി എന്റെ മോളെ മറ്റുള്ളവരെ ഇവിടുന്ന് പുറത്താക്കി. ഞാൻ പറഞ്ഞത് ശ്രീദേവി എടുത്ത് ഒന്ന് വിശ്വസിക്ക്. അമ്മൂന് പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ വേറെ എന്ത് കാരണമുള്ളത്? കാഞ്ചനയുടെയും കവിതയുടെയും പെരുമാറ്റം അല്ലാതെ മറ്റെന്താ ഉള്ളത്? എന്തൊക്കെ കൂടെ ക്രൂരതകളാ കവിത അമ്മൂനോട് കാണിച്ചത്. പാവം പെണ്ണ് അതൊക്കെ സഹിച്ചു നിന്നില്ലേ? സച്ചിയുമായുള്ള വിവാഹം അവളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് മുതൽ ഇവിടെ നിന്ന് പോകാൻ അവള് മാനസികമായി തയ്യാറെടുത്ത് തുടങ്ങിയതാ. എന്നോടും രാജുവിനോടും അതവള് പറയുകയും ചെയ്തു. അയ്യോ, ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നത് കണ്ടില്ലേ? പതുക്കെ പതുക്കെ ഞാൻ മരുന്നെടുക്കാം. വേണ്ട വേണ്ട വേണ്ട. സച്ചിക്ക് കുടുംബമായുള്ള ബന്ധം അവസാനിക്കില്ലെന്ന് അമ്മൂനറിയാം. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുമായി അവനിവിടെ വരും. ആ കൂടിക്കാഴ്ച ഒഴിവാക്കാനായിരിക്കും അവൾ ഇവിടുന്ന് പോയത്. എനിക്കൊന്നും അറിയില്ലല്ലോ എന്റെ ദൈവമേ. എനിക്കെന്റെ മോളെ നഷ്ടമായി. എന്റെ നഷ്ടം ഞാൻ ആരോട് പറയും? ഞാൻ അമ്മനെ വിളിക്കട്ടെ? ഞാൻ അവളെ വിളിച്ചതായെടുത്തി. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവള് ഫോൺ എടുത്തില്ല. നോക്കട്ടെ. റിങ്ങുണ്ട്. എന്റെ ഈശ്വര, അവൾ ഒന്നെടുത്തെങ്കിൽ കരഞ്ഞു പറഞ്ഞ് ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവന്നേനെ. അവൾ ഫോൺ എടുക്കുന്നില്ല. എന്താ എടുക്കുന്നില്ല. കിട്ടുന്നുണ്ടോ എടുത്തി? കരയാതെ എടുത്തി. വല്യച്ചുവാ, കവിതേ, നീ കാര്യം എന്താന്ന് പറ. ഞാനേ CCTV വിഷ്വൽസ് നോക്കി. ഇവിടെ ഉള്ളവര് വിശ്വസിച്ചു വച്ചിരിക്കുന്നത് പോലെ അമ്മ ഇറങ്ങിപ്പോയത് പുലർച്ചയ്ക്കല്ല, പിന്നെ രാത്രി 12:35. അർദ്ധരാത്രിയിലോ ആ പെണ്ണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? എന്ത് ധൈര്യത്തിൽ അവൾ ആ നേരത്തെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? നമ്മൾ അവൾക്ക് കൊടുത്ത ഡോസ് അതായിരുന്നല്ലോ. രാവിലെ എന്തെങ്കിലും തടസ്സം വന്ന് അവൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവളെ വെച്ചേക്കില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അവൾ ആരെങ്കിലും വിളിച്ചു വരുത്തിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അല്ലാതെ ഇറങ്ങിപ്പോകാൻ എന്താ അവള് മണ്ടിയാണോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഗേറ്റ് കടന്ന് അവൾ പോകുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവളെ കൊണ്ടുപോകാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഗേറ്റിന്റെ പരിസരത്ത് തന്നെ കണ്ടേനെ. ഗേറ്റിന് മുന്നിൽ 1 മിനിറ്റ് പോലും അവള് നിന്നതായിട്ട് കണ്ടില്ല. എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതിസുന്ദരിയായ ഒരു പെണ്ണ് നട്ടപ്പാതിരയ്ക്ക് റോഡിലൂടെ നടന്നാലുള്ള അവസ്ഥ കവിത നീ ഒന്ന് ഓർത്തു നോക്ക്. ഗേറ്റ് വിട്ട് വണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ടാവും. പിന്നെ ക്യാമറയുള്ള കാര്യം അവക്ക് നന്നായിട്ടറിയാം. അവള് തിരിച്ചു വരണമെന്നുള്ള ചിന്തയുമായി പോയതൊന്നുമല്ല. പിന്നെ കാറിൽ കയറി പോയിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അവൾക്കെന്താ? രാത്രി അമ്മ പോയെന്നുള്ള വിവരം നീ ആരോടെങ്കിലും പറഞ്ഞോ? ഞാൻ അങ്ങനെ ഒരു വിഡ്ഢിത്തരം കാണിക്കോ? നമ്മൾ ഈ വിവരം പുറത്തുവിടാൻ പാടില്ല. രാവിലെയാണ് അവൾ പോയതെന്ന കാര്യം എല്ലാവരും വിശ്വസിച്ച സ്ഥിതിക്ക് ഇനി ആരും CCTV ഫുട്ടേജ് ഒന്നും നോക്കാൻ പോകുന്നില്ല. അവള് വല്ല ഓട്ടോയിലും കയറിപ്പോയി കാണും. പിന്നെയുള്ള കാര്യം അവളുടെ വിധി പോലെ ഇരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ബസ് സ്റ്റേഷനിലോ റെയിൽവേ സ്റ്റേഷനിലോ ചെന്നിറങ്ങി കാണും. ജോലിയുടെ കാര്യം അവൾ കത്തിൽ എഴുതിയത് ഇവിടെ ഉള്ളവരെ സമാധാനിപ്പിക്കാനാ. അവൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടാവും. ഞാൻ ഇക്കാര്യം ഗൗതമിനെ വിളിച്ചൊന്ന് പറയാം. സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെയും കയ്യിൽ എത്തുന്നതിന് മുമ്പ് നമുക്കവളെ കണ്ടുപിടിക്കണം. നീ ചെല്ല്.
ദിനേശൻ അന്വേഷിച്ചു പോയിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ കാവേരി? ഇല്ല. രാവിലെ പോയ അമ്മൂനെ അന്വേഷിച്ച് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ പോയിട്ട് എന്ത് കാര്യമുള്ളത്? സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെയും ഫോണുകൾ ഇപ്പോഴും സ്വിച്ച് ഓഫ്. അവരെ അറിയിക്കാൻ ഒരു വഴിയുമില്ല. കോളുകൾ വന്നാലുള്ള ബുദ്ധിമുട്ടോർത്ത് ഫോണ് സ്വിച്ച് ഓഫ് ആക്കിയിട്ടതായിരിക്കും. മിക്കവാറും അവരുടെ ഫോണുകൾ കാറിലായിരിക്കും. ഞങ്ങൾ വീട്ടിലെത്തിയോന്ന് അറിയാനെങ്കിലും സഞ്ജുവിനൊന്ന് വിളിക്കാമായിരുന്നു. ഒരു അത്യാവശ്യം വന്ന ആരെയും കിട്ടില്ല. അമ്മുന്റെ ഫോണിൽ ശ്രീദേവിയടുത്ത് പിന്നീട് വിളിച്ചായിരുന്നോ? ഈ നേരം വരാതായിരുന്നു. റിങ് ചെയ്തിട്ടും അവളെ എടുക്കാതിരിക്കണമെങ്കിൽ യാത്രയിലായിരിക്കും എനിക്ക് തോന്നുന്നത്. ശ്രീദേവിയടുത്ത് ഒന്ന് വന്നേ, വാ. എന്താ എന്താ കാവേരി? അമ്മുന്റെ ഫോണിലേക്കൊന്ന് വിളിച്ചേ. റിങ് ചെയ്യുന്നു. വാ എടുത്തി, അവിടെ നോക്ക്. അവള് ഫോൺ എടുക്കാതെയാണോ പോയത്? എന്തിനാ അവള് ഫോൺ എടുക്കാതെ പോയത്? ശ്രീകുട്ടി കൊടുത്ത ഫോണായതുകൊണ്ടാണോ, അതോ ഇനി മറന്നു വെച്ചതാണോ? രണ്ടുമല്ല. പറയുമ്പോ ശ്രീദേവിയടുത്ത് കരയരുത്. എന്താ? അവളെ ആരും കണ്ടുപിടിക്കാതിരിക്കാനാ അമ്മ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയത്. ഫോൺ ഉപയോഗിച്ചാൽ അവളുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അവൾക്കറിയാം. സഞ്ജു ശ്രീകുട്ടിയും അവളെ കണ്ടുപിടിക്കാൻ എന്ത് വഴി സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കിയ അമ്മ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയത്. ഇനി ഈ വീട്ടിലേക്ക് ഒരു തിരിച്ചുവരവ് അമ്മ ആഗ്രഹിക്കുന്നില്ല. അവള് പോയിട്ടുള്ളത് ഒരുപാട് ദൂരത്തേക്കാ. എഴുതി. എന്തിനാ മോളെ ഈ അമ്മ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നിനക്ക് ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഒരു വാക്കെന്നോട് പറഞ്ഞാ പോരായിരുന്നു. ശ്രീദേവിയടുത്തി, ഇവിടെ നിന്ന് സങ്കടപ്പെടാതെ ഒന്ന് വാ. വാ, നീ പൊയ്ക്കോ. കുറച്ചു നേരം എന്റെ മോളുടെ ഓർമ്മയിൽ ഒന്നിവിടെ ഇരുന്നോട്ടെ. ചെല്ല്. അമ്മയ്ക്കറിയാം മോളെ, മനസ്സ് നൊന്നിട്ട് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയതെന്ന്. ഞാനാ തെറ്റുകാരി. നിന്നെ തനിച്ചാക്കി പോകാൻ പാടില്ലായിരുന്നു. വേണ്ട, ആരെന്ന് നോക്കിയിട്ട് മതി. രാജുവേട്ടെ. അയ്യോ, അമ്മൂനെ അന്വേഷിച്ചു വന്നതാണോ? രാജുവേട്ടെ, ഇവിടെ ആരുമില്ലേ? വാ അമ്മു. അമ്മു അകത്തേക്ക് ചെല്ല്. വാതില് തുറക്കാതിരിക്കാൻ പറ്റില്ല. ആരെങ്കിലും വന്നിട്ട് പോകുന്നത് നല്ലതാ. നിക്ക്, ഞാൻ തുറക്കാം. നിങ്ങൾ അകത്തോട്ട് മാറിയിരിക്കും. ചെല്ലു മക്കളെ. വാ. ആരാ? ഞാൻ അമ്മൂനെ കാണാൻ വന്നതാ. അമ്മൂനൊന്ന് വിളിക്കോ? അമ്മു? ആ, അമ്മോടുണ്ടെന്ന് അറിഞ്ഞു തന്നെ ഞാൻ വന്നത്. നിനക്ക് വീട് മാറിപ്പോയതാ. ഇവിടെ അമ്മൂന്നൊരാളില്ല. ഇത് സുരഭി സിസ്റ്റർ വീടല്ലേ? അതെ, ഞാൻ അവളുടെ അമ്മയാ. സുരഭി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. അമ്മു എന്ന് പറഞ്ഞത് സുരഭിയുടെ പരിചയത്തിൽ ഒരമ്മ ഉണ്ട്, ഒരു പാവം കുട്ടി. അതാണോ? ആ
അമ്മൂന്റെ കാര്യാ ഞാൻ പറഞ്ഞത്. അവള് നിൽക്കുന്ന വീട്ടിലാ ഞാനുള്ളത്. അമ്മ അവളെ ഒന്ന് വിളിക്ക്. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാനൊന്നും വന്നതല്ല. എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. അയ്യോ, അവൾ ഇവിടെ ഉണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞത്? എനിക്കറിയാമേ. ഇന്ന് രാവിലെ അവൾ ആരോടും പറയാതെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടാ പോകുന്നത്. ഞാൻ രാത്രിയാണ് പോയതെന്ന് ആരും അറിഞ്ഞിട്ടില്ല. അമ്മു, അമ്മു, നീ ഇറങ്ങി വാ. നീ അകത്തുണ്ടെന്ന് എനിക്കറിയാം. അമ്മു, രാജുവേട്ടനാ വിളിക്കുന്നത്. അയ്യോ മോനെ, അമ്മ ഇങ്ങോട്ട് വന്നിട്ടില്ല. സത്യമായിട്ട് ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് കൂടിയില്ല. ഒരിക്കൽ സുരഭി ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് മാത്രമേ എനിക്കറിയൂ. അവള് വല്ല സ്വന്തക്കാരുടെ വീട്ടിലെങ്ങാനും പോയതായിരിക്കും. അവൾക്ക് അങ്ങനെ പോവാൻ ഇതല്ലാതെ വേറെ വീടില്ല. അവൾ ഇവിടെ വന്നിട്ടില്ലെന്ന് മാത്രമേ എനിക്കറിയൂ. നീ മറ്റെവിടെയെങ്കിലും പോയി അന്വേഷിക്കേ. അവളുടെ വിഷമങ്ങളൊക്കെ എനിക്കറിയാമേ. അവൾക്കൊരു ദ്രോഹവും വരുത്താനല്ല ഞാൻ വന്നത്. അവളിവിടെ ഉണ്ടെന്ന് മാത്രം എനിക്കൊന്ന് അറിഞ്ഞാൽ മതി. അമ്മോടുള്ള കാര്യം ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. അവൾക്ക് എന്നെ നന്നായിട്ടറിയാമേ. അവളെ ഒന്ന് വിളിക്കാമേ. അവൾക്ക് നിന്നെ നന്നായിട്ട് അറിയാമെങ്കിൽ നീ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവൾ ഇറങ്ങി വരില്ലേ? അതിൽ നിന്ന് എന്നെ നിനക്കറിയില്ലേ അവൾ ഈ വീട്ടിൽ വന്നിട്ടില്ലെന്ന്? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. നീ ആരാ ഏതാ എന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നെങ്കിൽ നിന്റെ സംശയം ഞാൻ തീർത്തു തന്നേനെ. നിന്നോടകത്ത് കയറി നോക്കിയിട്ട് പോകാൻ ഞാൻ പറയുമായിരുന്നു. വീട്ടുകാരോട് പറയാതെ അവൾ ഇറങ്ങി പോയതെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോയതായിരിക്കും. ഇവിടെ വന്നിരിക്കാൻ മാത്രം മണ്ടിയാണോ അവള്? മോളെ, അവൻ പോയി. ഇനി നിന്നെ അന്വേഷിച്ച് ആരും വരില്ല. സുരഭി മോളെ, ശ്രീകുട്ടിയാണല്ലോ വിളിക്കുന്നത്. മോളെ, ശ്രീകുട്ടി. അമ്മല്ലേ? മോളെ, ഞാൻ അമ്മയാ. എത്ര നേരമായി ഞാൻ നിങ്ങളെ മാറി മാറി വിളിക്കുന്നു. അത് എന്റെ സഞ്ജുവിന്റെ ഫോണ് കാറിലായിരുന്നു അമ്മ. അല്ല, അമ്മ എന്താ അമ്മുന്റെ ഫോണില്? സഞ്ജു ഇവിടെ മോളെ. സഞ്ജു എന്റെ കൂടെ ഉണ്ട്. അമ്മ കരയുവാണോ? എന്താ അമ്മ? അവിടെ എന്താ സംഭവിച്ചേ? എന്റെ മോളെ, ഞങ്ങള് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ അമ്മ വീട്ടിലില്ല. അവളുടെ ബാഗും കാണുന്നില്ല. അമ്മ ഫോൺ മാത്രം വെച്ചിട്ട് അവള് ആരോടൊന്നും പറയാതെ പോയി മോളെ. അമ്മ എവിടെ പോയെന്നാ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? അവളൊരു കത്തെഴുതി വെച്ചിട്ടാ മോളെ പോയത്. ഒരു ജോലി കിട്ടിപ്പോയെന്ന കത്തിലുള്ളത്. എന്താ ഏതാന്നൊന്നും അറിയില്ല മോളെ. നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ട് വാ. അമ്മ ഫോൺ വെക്ക, ഞങ്ങൾ ഉടനെ വരാം. സഞ്ജു ഒന്ന് വേഗം വാ. എന്താ എന്താ നീ കാണിക്കുന്നേ? അമ്മ ആരോടും പറയാതെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. സഞ്ജു, അവരൊക്കെ തിരിച്ചു ചെല്ലുമ്പോ അമ്മ അവിടെ ഇല്ല.
ആരാ നിന്നോട് ഇത് പറഞ്ഞത്? ഞാൻ അമ്മുനെ വിളിച്ചപ്പോ ഫോൺ എടുത്തത് ശ്രീദേവി അമ്മയാ. ഒരു കത്തെഴുതി വെച്ചിട്ട് അവള് പോയിരിക്കുന്നത്. ദിൻ ദിരന 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 ദിരന